JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എക്സാം ക്രാക്കർ റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ച് നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിഫൈൻസ് അഗ്രികൾച്ചറൽ എക്കണോമിക്സ്? അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് കാർഷിക സാമ്പത്തിക ശാസ്ത്രത്തെ ഏറ്റവും നന്നായി നിർവചിക്കുന്നത്? അതായത് 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഏതാണ് കാർഷിക സാമ്പത്തിക ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായിട്ട് നിർവചിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ദ ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് പ്രിൻസിപ്പിൾസ് ടു ദ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസപ്ഷൻ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്. അതായത് കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയിൽ സാമ്പത്തിക തത്വങ്ങളുടെ പ്രയോഗം. അതാണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സ്കേഴ്സിറ്റി ഇൻ അഗ്രികൾച്ചറൽ എക്കണോമിക്സ് റെഫേഴ്സ് ടു. സ്കേഴ്സിറ്റി ഇൻ അഗ്രികൾച്ചറൽ എക്കണോമിക്സ് റെഫേഴ്സ് ടു. അതായത് കാർഷിക സാമ്പത്തിക ശാസ്ത്രത്തിലെ ക്ഷാമം സൂചിപ്പിക്കുന്നത്. കാർഷിക സാമ്പത്തിക ശാസ്ത്രത്തിലെ ക്ഷാമം സൂചിപ്പിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ലിമിറ്റഡ് റിസോഴ്സസ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, മാനേജ്മെന്റ് റിലേറ്റീവ് ടു അൺലിമിറ്റഡ് ഹ്യൂമൻ വാണ്ട്സ് ഫോർ ഫുഡ് ആൻഡ് ഫൈബർ. അതായത് ഭക്ഷണത്തിനും നാരുകൾക്കും വേണ്ടിയുള്ള പരിധിയില്ലാത്ത മനുഷ്യന്റെ ആവശ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പരിമിതമായ വിഭവങ്ങൾ. അതാണ് സ്കേഴ്സിറ്റി ഇൻ അഗ്രികൾച്ചർ എക്കണോമിക്സ് റെഫേഴ്സ് ടു. അതായത് കാർഷിക സാമ്പത്തിക ശാസ്ത്രത്തിലെ ക്ഷാമം സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is not a characteristic of perfect competition in agricultural markets? അതായത് താഴെ പറയുന്നതിൽ ഏതാണ് കാർഷിക വിപണികളിലെ തികഞ്ഞ സാമ്പത്തിക മത്സരത്തിന്റെ സവിശേഷതയല്ലാത്തത്? കാർഷിക വിപണിയിലെ തികഞ്ഞ മത്സരത്തിന്റെ സവിശേഷതയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കോമ്പറ്റീഷൻ ഇൻ അഗ്രികൾച്ചറൽ മാർക്കറ്റ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ അഗ്രികൾച്ചറൽ മാർക്കറ്റ്സ്? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്, കണ്ടുപിടിച്ചോ. ഏതാണ്? ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്ട്സ്. അതാണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി ആണ്, ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്ട്സ്. അടുത്ത ക്വസ്റ്റ്യൻ. The law of diminishing returns or diminishing marginal productivity in agricultural states that. അതായത് കൃഷിയിലെ വരുമാനം കുറയുന്നതിൻ്റെ അല്ലെങ്കിൽ നാമമാത്ര ഉൽപാദനക്ഷമത കുറയുന്നതിൻ്റെ നിയമം ഇപ്രകാരം പറയുന്നു. എങ്ങനെയാണ് പറയുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ബിയോണ്ട് എ സർട്ടൈൻ പോയിന്റ് ആഡിങ് മോർ യൂണിറ്റ്സ് ഓഫ് എ variable input to a fixed input will result in progressively smaller increases in output. അതായത് എന്താണ് അതുകൊണ്ട് അത് പറയുന്നത്? ഒരു നിശ്ചിത പോയിന്റിനപ്പുറം ഒരു നിശ്ചിത ഇൻപുട്ടിലേക്ക് ഒരു വേരിയബിൾ ഇൻപുട്ടിന്റെ കൂടുതൽ യൂണിറ്റുകൾ ചേർക്കുന്നത് ഔട്ട്പുട്ടിൽ ക്രമേണ ചെറിയ വർധനവിന് കാരണമാകുന്നു. അതാണ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ഇൻ അഗ്രികൾച്ചറൽ സ്റ്റേറ്റ്സ് ദാറ്റ്. അതായത് ഈ കൃഷിയിൽ വരുമാനം കുറയുന്നതിന്റെ നിയമം ഇപ്രകാരമാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് എ ഫാം മാനേജർ ഇൻ എ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്? അതായത് ഈ മത്സരാധിഷ്ഠിതമായ ഒരു വിപണിയിൽ ഒരു ഫാം മാനേജറുടെ പ്രാഥമികമായ ലക്ഷ്യം എന്താണ്? ഒരു ഫാം മാനേജറുടെ പ്രാഥമികമായ ലക്ഷ്യം ടു മാക്സിമൈസ് പ്രോഫിറ്റ് അല്ലെ. ടു മാക്സിമൈസ് പ്രോഫിറ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ.
ഫിക്സഡ് കോസ്റ്റ് ഇൻ അഗ്രികൾച്ചർ ആർ ദോസ് ദാറ്റ്, അതായത് കാർഷിക മേഖലയിലെ നിശ്ചിത ചെലവുകൾ ഇവയാണ്. ഏതാണ് കാർഷിക മേഖലയിലെ നിശ്ചിത ചെലവുകൾ? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. റിമൈൻ കോൺസ്റ്റന്റ് റിഗാർഡ്ലെസ് ഓഫ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻ ദ ഷോർട്ട് റൺ. ഹ്രസ്വകാലത്തേക്ക് ഔട്ട്പുട്ടിന്റെ അളവ് പരിഗണിക്കാതെ സ്ഥിരമായി തുടരുക. അതാണ് കാർഷിക മേഖലയിലെ നിശ്ചിത ചെലവുകൾ ഇവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. An example of a variable cost in crop production is, അതായത് വിള ഉൽപാദനത്തിലെ വേരിയബിൾ ചെലവിന്റെ ഒരു ഉദാഹരണം. An example of a variable cost in crop production is, ഏതാണ്? ഫെർട്ടിലൈസർ. ഏതാണ്? An example of a variable cost in crop production is fertilizer. അടുത്ത ക്വസ്റ്റ്യൻ. The concept of marketable surplus in agriculture refers to, അതായത് ഈ കൃഷിയിലെ വിപണനം ചെയ്യാവുന്ന മിച്ചം എന്ന ആശയം സൂചിപ്പിക്കുന്നത്. മിച്ചം എന്ന ആശയം സൂചിപ്പിക്കുന്നത് എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. The portion of the farmers produce that is available for sale in the market after meeting self consumption needs. അതായത് കർഷകന്റെ സ്വന്തം ഉപഭോഗ ആവശ്യങ്ങൾ നിറവേറ്റിയ ശേഷം വിപണിയിൽ വിൽപ്പനയ്ക്ക് ലഭ്യമായ ഉൽപ്പന്നത്തിന്റെ ഒരു ഭാഗം, അതാണ് എന്ത്? കൃഷിയിൽ വിപണനം ചെയ്യാവുന്ന മിച്ചം എന്ന ആശയം സൂചിപ്പിക്കുന്നത്. മാർക്കറ്റബിൾ സർപ്ലസ്. അടുത്ത ക്വസ്റ്റ്യൻ. മിനിമം സപ്പോർട്ട് പ്രൈസ് MSP ഇൻ ഇന്ത്യ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, അതായത് ഇന്ത്യയിലെ മിനിമം സപ്പോർട്ട് പ്രൈസ് ഒരു ഉദാഹരണമാണ്. MSP ഒരു ഉദാഹരണമാണ്. ഏതിന്റെ? A floor price. Minimum support price in India is an example of a floor price. അടുത്ത ക്വസ്റ്റ്യൻ. Agricultural marketing encompasses all activities involved in, അതായത് കാർഷിക വിപണനം ഉൾപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്നു. എന്തില്? അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് encompasses all activities involved in, ഏത്? The movement of agricultural products from the farm to the consumer. അപ്പോൾ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് കാർഷിക വിപണനം ഉൾപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഏതാണ്? The movement of agricultural products from the farm to the consumer. അടുത്ത ക്വസ്റ്റ്യൻ. NABARD, National Bank for Agriculture and Rural Development, is the apex institution in India for, അതായത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനമാണ് നബാർഡ്. താഴെ പറയുന്നവയ്ക്ക് ഏതിന്? താഴെ പറയുന്ന ഏതിനാണ് നബാർഡ് പ്രധാനമായും നല്ലത്? ഏതാണ്? കോർഡിനേറ്റിംഗ് റൂറൽ ക്രെഡിറ്റ് ആൻഡ് ഡെവലപ്മെന്റ്. കോർഡിനേറ്റിംഗ് റൂറൽ ക്രെഡിറ്റ് ആൻഡ് ഡെവലപ്മെന്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നബാർഡിന്റെ ഫുൾ ഫോം പ്രത്യേകം ഓർത്തിരിക്കണം. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അപ്പോൾ അതിന്റെ ഫുൾ ഫോം മാത്രമായിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അങ്ങനെയും ചോദ്യം വരാം. അതുകൊണ്ട് അതും പ്രതീക്ഷിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. The Green Revolution in India primarily focused on increasing the production of, അതായത് ഇന്ത്യയിലെ ഹരിത വിപ്ലവം പ്രധാനമായും താഴെ പറയുന്നവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഏത് ഉൽപ്പന്നം വിൽക്കുന്നതിലാണ് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. വീറ്റ് ആൻഡ് റൈസ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവം പ്രധാനമായും വീറ്റ് ആൻഡ് റൈസിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is considered a physical function in agricultural marketing? അതായത് കാർഷിക വിപണനത്തില് താഴെ പറയുന്നവയിൽ ഏതാണ് ഭൗതിക പ്രവർത്തനമായി കണക്കാക്കുന്നത്? ഏതാണ് ഭൗതിക പ്രവർത്തനമായി കണക്കാക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? സ്റ്റോറേജ് ആണല്ലേ. Which of the following is considered a physical function in agricultural marketing? സ്റ്റോറേജ്. മറന്നു പോകരുത്, സ്റ്റോറേജ്. അടുത്ത ക്വസ്റ്റ്യൻ.
When a single buyer dominates in a market, it is called a. അതായത് ഒരു വാങ്ങുന്നയാള് ഒരു വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ അതിനെ ഇങ്ങനെ വിളിക്കുന്നു. ഒരു വാങ്ങുന്നയാള് ഒരു വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ അതിനെ ഇങ്ങനെ വിളിക്കുന്നു. എങ്ങനെയാണ് വിളിക്കുന്നത്? ഏതാണ് ശരി ഉത്തരം? മോണോപൊസ്നി എന്നാണ് വിളിക്കുന്നത്. മോണോപൊസ്നി എന്ന് വിളിക്കുന്നു. When a single buyer dominates a market, it is called a monopoly. അടുത്ത ക്വസ്റ്റ്യൻ. Rural development typically aims to improve. അതായത് ഗ്രാമീണ വികസനം സാധാരണയായി മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു. എന്ത് മെച്ചപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്? റൂറൽ ഡെവലപ്മെന്റ് typically aims to improve. എന്താണ് ശരി ഉത്തരം? The overall living standards and economic well-being of people in rural areas. Rural development typically aims to improve the overall living standards and economic well-being of people in rural areas. അടുത്ത question. The concept of utility in economics when applied to agricultural products refers to. അതായത് കാർഷിക ഉൽപ്പന്നങ്ങളിൽ പ്രയോഗിക്കുമ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിലെ യൂട്ടിലിറ്റി എന്ന ആശയം സൂചിപ്പിക്കുന്നത് എന്താണ്? The satisfaction derived from consuming a good or service. The satisfaction derived from consuming a good or service. Option B ആണ് correct answer. അടുത്ത question. Which of the following is a key challenge for agricultural development in many developing countries? അതായത് പല വികസ്വര രാജ്യങ്ങളിലും കാർഷിക വികസനത്തിന് പ്രധാന വെല്ലുവിളിയായി ഇനി പറയുന്നവയിൽ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? lack of proper infrastructure. Example, roads, storage. Which of the following is a key challenge for agricultural development in many developing countries? Lack of proper infrastructure. Example, roads, storage. Other question. Diversification in farming refers to. Diversification in farming refers to. അതായത് കൃഷിയിൽ വൈവിധ്യവൽക്കരണം ഇനി പറയുന്നവയെ സൂചിപ്പിക്കുന്നു. എന്തിനെ സൂചിപ്പിക്കുന്നു? കൃഷിയിലെ വൈവിധ്യവൽക്കരണം ഇനി പറയുന്ന ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? എൻഗേജിംഗ് ഇൻ മൾട്ടിപ്പിൾ എന്റർപ്രൈസസ്, ക്രോപ്സ്, livestock, etc. on the farm. Engaging in multiple enterprises, crops, livestock, etc. on the farm. Other question. The term food security implies. ഭക്ഷ്യസുരക്ഷ എന്ന പദം സൂചിപ്പിക്കുന്നത്. ഭക്ഷ്യസുരക്ഷ എന്ന പദം സൂചിപ്പിക്കുന്നത് എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? Ensuring that all people at all times have physical, social and economic access to sufficient, safe and nutritious food. ഭക്ഷ്യസുരക്ഷ എന്ന പദം സൂചിപ്പിക്കുന്നത് ensuring that all people at all times have physical, social and economic access to sufficient, safe and nutritious food. അടുത്ത question. Self-help groups play a crucial role in rural development by. ഗ്രാമവികസനത്തിൽ സ്വയം സഹായ സംഘങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നത്. എന്താണ് ഗ്രാമവികസനത്തിൽ സ്വയം സഹായ സംഘങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നത്? ഫെസിലിറ്റേറ്റിംഗ് മൈക്രോ ഫിനാൻസ് ആൻഡ് എംപവറിംഗ് റൂറൽ കമ്മ്യൂണിറ്റീസ്, എസ്പെഷ്യലി വുമൺ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.